ശ്രീ പി പി സുമോദ്, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണക്കുന്നു. സർ, എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനോട് അംഗം ശ്രീ IC ബാലകൃഷ്ണൻ പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമിയൊന്നും തന്നെ ഈ സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നാണ്. സർ, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 11,358 പട്ടികജാതിക്കാർക്ക് 607 ഏക്കർ ഭൂമിയാണ് സർ ഈ സർക്കാർ വിതരണം ചെയ്തു. സാർ, ഇനി പട്ടികവർഗ വിഭാഗങ്ങളെ കണക്കെടുത്താൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 3,848 പട്ടികവർഗ കുടുംബങ്ങൾക്ക് 4,261 ഏക്കർ ഭൂമി സാർ വിതരണം ചെയ്തു. സാർ, എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ലയായി സാർ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ജില്ല മാറി. അപ്പോൾ ഇതെല്ലാം വസ്തുതയാണ്. ഈ വസ്തുതകൾ കാണാതെ ഇവിടെ വകുപ്പിനെ അധിക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പറയരുത്. ഇനി വീടിൻ്റെ കാര്യമെടുക്കാം. സർ, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് 30,117 വീടാണ് അനുവദിച്ചത്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 4,811 വീട് ഉൾപ്പെടെ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏറ്റവും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഈ വകുപ്പുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മന്ത്രി ശ്രീ OR കേളു ഓരോ ജില്ലയിലും MLA-മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഏറ്റവും ക്രിയാത്മകമായി ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നു എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. സാർ, ഇത്തരമൊരു വേളയിൽ എൻ്റെ മണ്ഡലത്തിൽ 4 പ്രധാനപ്പെട്ട പദ്ധതികൾ മന്ത്രിയുടെയും വകുപ്പിൻ്റെയും പട്ടികജാതി മന്ത്രിയുടെയും വകുപ്പിന് ശ്രദ്ധപ്പെടും. ഒന്ന് കെൽപ്പ മിൽ. ആ മില്ല് ഏതാണ്ട് ഇപ്പോൾ ഡ്രൈ റൺ കഴിഞ്ഞു. ഇനി ട്രയൽ റണ്ണാണ് നടത്തേണ്ടത്. സാർ, പട്ടികജാതി വകുപ്പിൻ്റെ ധനസഹായം ഉപയോഗിച്ചുകൊണ്ട് 9,25,00,000 രൂപക്കാണ് ഈ പദ്ധതി ആരംഭിച്ചത്. 59 പേർക്ക് ജോലി ലഭിക്കുന്ന പദ്ധതി. ഈ വർഷം തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായ ശ്രദ്ധ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുണ്ടാകണം. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കോളേജ് കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി കോളേജാണ്. മെഡിക്കൽ കോളേജ് പറയുന്നത് പോലെ ഈ വിഭാഗത്തിന് വേണ്ടിയുള്ള ഏക കമ്മ്യൂണിറ്റി കോളേജാണ്. 7,74,00,000 രൂപക്ക് ആവശ്യമായ രൂപത്തിലേക്കുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ഈ വർഷം തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. 7 ബാച്ച്, ഒരു ബാച്ച് 2 വർഷം 40 സീറ്റ് എന്ന രൂപത്തിൽ ഒട്ടേറെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ പ്രിസിഷൻ മിഷനിസ്റ്റ് എന്ന സർട്ടിഫിക്കറ്റോടുകൂടി അവർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും തുടർന്ന് ജോലിയുമെല്ലാം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ്. അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണിയുടെ പൂർത്തീകരണം ഈ വർഷം നടത്താനാവശ്യമായ ശ്രദ്ധ വകുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2019 ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ്. 1 വർഷത്തെ കോഴ്സാണ്. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ കേരളത്തിലെ KTDC പോലെയുള്ള പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ ഫുഡ് പ്രൊസഷനായാലും അതോടൊപ്പം തന്നെ ഫുഡ് ബ്യൂറേജ് സർവീസ് ആയാലും ഒക്കെ ജോലി ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ്. 75% സീറ്റ് പട്ടികജാതി വിഭാഗങ്ങൾക്കാണ്. അപ്പോൾ അത്തരം കോളേജ് ഉൾപ്പെടെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചാൽ ആ കെട്ടിടത്തിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഉൾപ്പെടെ 2 വർഷത്തെ കോഴ്സ്. 60% പട്ടികജാതി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോഴ്സാണ്. ആ കോഴ്സുള്ള ആ കോളേജിൻ്റെ ആവശ്യമായ സ്വന്തമായ കെട്ടിടം വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി പൂർത്തീകരിച്ചു. എന്നാൽ താൽക്കാലികമായെങ്കിലും വാർഡൻ, സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ വെച്ചാൽ ഒരു പ്രയാസവും കൂടാതെ ഈ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാനാവശ്യമായ ശ്രദ്ധ മന്ത്രി തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നേരിട്ട് സന്ദർശിച്ചു. ആദ്യഘട്ടത്തിൽ അതിൻ്റെ അവലോകന യോഗം ഉൾപ്പെടെ നടന്നു. ഈ കാര്യങ്ങളെല്ലാം ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നതിന് ഒന്നുകൂടി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായി. ഈ വർഷം തന്നെ ഈ പദ്ധതികൾ പൂർത്തീകരിക്കാനാവശ്യമായ ശ്രദ്ധ വേണം. സാർ, കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനമുറികൾ ഏറ്റവും നല്ല നിലയിൽ കേരളത്തിലാകെ ഉയർന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. സാർ, 15,000 പഠനമുറികളാണ് ഈ കേരളത്തിലാകെ വന്നത്. നേരത്തെ 8 മുതൽ 12ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന പഠനമുറികൾ ഇപ്പോൾ 5 മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വ്യാപിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഈ പദ്ധതി മാറി. തീർച്ചയായും ഇത്തരം പദ്ധതികളിലൂടെ ഈ വകുപ്പ് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, ABCD പദ്ധതി, അത് ഇംഗ്ലീഷ് അക്ഷരമാല ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 അക്ഷരങ്ങൾ എന്ന നിലയിൽ അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ എന്ന രൂപത്തിൽ കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇലക്ഷൻ ID പ്രൂഫ്, ബാങ്ക് പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ എക്കാലത്തും ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള പദ്ധതി
കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങളിൽ ഫലപ്രദമായി നടപ്പിലാക്കി. സാർ, ഇവരുടെ ആധികാരികമായ രേഖകൾ നഷ്ടപ്പെട്ടാൽ അതില്ലാത്തവർക്ക് സർക്കാർ ആനുകൂല്യം ലഭിക്കാതെ പോകുന്ന സാഹചര്യം മറികടക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി വയനാട്, പാലക്കാട്, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ABCD പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കി. സാർ, വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗതിക പ്രോഗ്രാം പുനരാരംഭിക്കണം. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായി ആ പ്രോഗ്രാം ഇല്ല. പട്ടികജാതി വിഭാഗത്തിലെ കലാകാരന്മാർക്ക് അതോടൊപ്പം തന്നെ അവരുടെ കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും ജനങ്ങൾക്ക് അത് വാങ്ങാനും അവർക്ക് ആ നിലയിൽ ഉപജീവന മാർഗത്തിനുൾപ്പെടെ സഹായകരമാകുന്ന രൂപത്തിലേക്കുള്ള ഗതിക പദ്ധതി കേരളത്തിൽ പുനരാരംഭിക്കണം. സാർ, ഇവിടെ ഈ കേരളത്തിനകത്ത് സ്വപ്നതുല്യമാർന്ന നേട്ടങ്ങളിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഉൾപ്പെടെ ഉയർന്നു പൊങ്ങുന്ന കാഴ്ചയാണ് വിങ്സ് പദ്ധതിയുടെ ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സാർ, കണ്ണൂർ ജില്ലയിലെ ആലക്കാട് സ്വദേശി ഗോപിക ഹെയർ ഹോസ്റ്റസായി മാറിയത് ഈ വകുപ്പിന്റെ ധനസഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. സാർ, സങ്കീർത്തന എന്ന് പറയുന്ന പെൺകുട്ടി പൈലറ്റായത് ഈ വകുപ്പിന്റെ ധനസഹായം കൊണ്ട് മാത്രമാണ്. സാർ, ഇങ്ങനെ ജീവിതത്തിൽ വിജയം കണ്ട ഒരുപാട് പേർക്ക് മാതൃകയാകുന്ന രൂപത്തിലേക്ക് ഈ പദ്ധതി മാറുന്ന സാഹചര്യം ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, ഇതിനോടൊപ്പം തന്നെ വിദേശ സർവകലാശാലകളിൽ 820 പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇന്ത്യക്ക് പുറത്ത് വിദേശ സർവകലാശാല വിദ്യാർത്ഥികളായി പഠിക്കുന്നത്. സാർ, ഒരു 20 വർഷം മുമ്പ് ഈ കേരളത്തിലെ ഒരു സാധാരണ പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് സ്വപ്നം കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ കേരളത്തിലെ പട്ടികജാതി ജനവിഭാഗങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ഉയർന്നു വന്നാൽ അവർക്ക് അവരുടേതായ ജീവിത വിജയം ഉണ്ടാകും. ആ വിജയം നേടാൻ സാധിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് 820 പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് സാർ ഈ രാജ്യത്തിന് പുറത്ത് വിവിധ സർവകലാശാലകളിൽ വിദേശ പഠനം നടത്തുന്നതെന്ന് സാർ നിസ്സാരമായി കാണരുത്. സാർ, ഇപ്പോൾ UDF കനകലു ക്യാപ്സ്യൂളായിട്ടാണ് ഇപ്പോൾ സഭയിലേക്ക് വരുന്നത്. ഇപ്പോൾ UDFന്റെ ഡാൻസ് ടീച്ചർ കനകലു ആണ് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. സാർ, അതിനൊപ്പം ഡാൻസ് കളിക്കുകയാണ്, അതിനൊപ്പം ആർത്തി വിളിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് UDF ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ആശാവർക്കർമാരുടെ സമരം, ഇപ്പോൾ ഇന്ന് വന്ന അംഗൻവാടി വർക്കേഴ്സുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ഉൾപ്പെടെ. സാർ, യഥാർത്ഥത്തിൽ ഇവർ വളണ്ടിയർമാരാണ്. ഇവരെ ജീവനക്കാരായി പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അതിശക്തമായ സമരമാണ് ഈ കേരളത്തിൽ UDF നടത്തേണ്ടത്. എന്നാൽ സാർ, 1 വർഷത്തിനുള്ളിൽ കേരളത്തിനകത്ത് വരാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനിടയിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിലെ ഈ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്നത്. അതിനെല്ലാം മറികടന്നുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റു ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഒരിക്കൽ കൂടി ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.